ഞാൻ നടത്തിയ ടുങ്കൻ ഡി അഡിക്ഷൻ സെന്ററിലൂടെ മുഴുക്കുടിയന്മാരായ 3 പേരെ നമ്മൾ നേർവഴിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലുള്ള എല്ലാ കുടിയന്മാരും ഈ സെന്ററിലേക്ക് വന്ന് സ്വയം ലഹരി ഉപേക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ടുങ്കൻസ് ഡി അഡിക്ഷൻ സെന്റർ. ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്ന ആൾ അല്ല, ടുങ്കൻ എന്ന ഞാനാണ്. നിങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നു, ഇതുവരെ ഒളിച്ചിരിക്കുകയായിരുന്നു? അല്ല, ഞാൻ ഇതിന്റെ പ്രൊപ്പറേറ്റർ ആണല്ലോ. ചരട് വരയ്ക്കണം പുള്ളിയാണ്. ചരട് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് മെയിൻ ആള് നിങ്ങൾ, ഫാദർ നോക്കി നടത്തുന്ന ആൾ അതാണ്? അല്ല, ഫാദർ നമുക്കൊരു ഇവരെ ഒന്ന് ഉപദേശിക്കാനും നേർവഴിയിലേക്ക് നയിക്കാനും ഞാൻ എൻ്റെ വിശിഷ്ട അതിഥിയായിട്ട് വന്നാണ്. ഓക്കെ. അപ്പോൾ ഫാദറിനോട് ചോദിക്കാം. ഫാദർ ആരുടെ പറയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഫാദർ രാത്രി എത്ര പേർക്ക് അടിക്കാറുണ്ട്? ഞാൻ വളരെ സത്യം പറഞ്ഞത്, വേറെ നോണ പറയരുത്. ചിരി കണ്ടാൽ അറിയാം, പറഞ്ഞോളൂ, സത്യം പറഞ്ഞോളൂ. ഇവിടെ വന്നേ പിന്നെയാണ് ഞാനും നേരെയായത്. സത്യം പറയാ ഫാദർ. തീർച്ചയായിട്ടും. ഹലോ, ഫാദർ രാത്രി ഫാദർ അടിക്കുന്നത് ഇവിടെ വന്നിട്ടാണോ തുടങ്ങിയത്, എന്താണോ ഉദ്ദേശിച്ചത്? പണ്ട് അടിക്കുമായിരുന്നു, ഇവിടെ വന്നേ പിന്നെ ഞാനും നേരെ. നോണ പറയുന്നില്ല. ഹലോ, ഞാനും എന്ന് പറഞ്ഞ ആളാരോ ഓക്കെ, കണ്ടാലും പറയൂട്ടോ, നന്നായിരുന്നു. ഓക്കെ. അപ്പോൾ ഫാദറാണ് ഇത് ഒന്നും അടിക്കാത്ത ആൾ. തുങ്കനെ കൊണ്ട് ചോദിക്കാനുള്ളത്, നിങ്ങൾ രാത്രി 4 അതോ 5 പെഗ് അടിക്കും? പണ്ട് ഞാൻ 4ഉം 5ഉം പെഗ് കണക്കല്ലായിരുന്നു, കുപ്പികളുടെ കണക്കായിരുന്നു. ഓക്കെ. ഹലോ, അപ്പോൾ ഇപ്പോൾ കുപ്പി മാറി കേസായി അല്ലേ? ഇല്ല, ഇപ്പോൾ കുപ്പിയും കേസും ഒക്കെ നിർത്തി ഞാൻ നേർവഴിയിലേക്ക് മാറി. നേർവഴി? ഇപ്പം നേർവഴിയിൽ കാരണം എൻ്റെ വെള്ളമടി കാരണം നാട്ടിൽ അക്രമങ്ങൾ കൂടുന്നു എന്ന് കാരണം ഞാൻ വെള്ളമടി നിർത്തി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, വലത്ത് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ആൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചില പ്രവൃത്തി കാണിക്കാൻ ശ്രമിച്ചു, ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു. ഞങ്ങളാരും കണ്ടില്ല എന്ന് വിചാരിക്കരുത്, ഞങ്ങൾ മനസ്സിലായി കേട്ടോ. ഓക്കെ. ടുങ്കൻ ഈ അടുത്തിടയിൽ പാടത്തോ വരുമ്പോൾ തങ്ങാണ്ട് വേണമെന്നൊക്കെ. അടുത്തിടെയായിട്ടല്ല, 4-5 വർഷമായി പാടത്ത് വരുമ്പത്തും കിടക്കാറുണ്ട് വെള്ളം അടിച്ച്. ഈ അടുത്ത നടന്ന കഥയൊന്ന് പറയാമോ? കേട്ടില്ല. ഈ അടുത്ത നടന്ന കഥയൊന്ന് പറയാം, എങ്ങനെ പാടത്ത് വീണു? അത് അടുത്തിടെ നടന്ന ഈ അഡിക്ഷൻ സെന്റർ അത് അടുത്തിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് പറഞ്ഞു 2 ഫുള്ള് പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അയാൾ വന്നിട്ട് വെച്ചാൽ കട്ടിങ്ങോ ഷേവിങ്ങോ എന്ന് വെച്ചു. അയ്യോ, തമാശ. ഭയങ്കര കോമഡിയല്ലോ, ഭയങ്കര കോമഡിയാണ്. ആ പറഞ്ഞ ആളും ഭയങ്കര കോമഡിയാ. ഞങ്ങൾ ചിരിച്ചു മരിച്ചു. ഇങ്ങനെ തന്നെ നാളെ രാവിലെ ചിരിക്കാം. ടുങ്കൻ കഥ പറ. ഈ അഡിക്ഷൻ സെന്റർ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവസാനമായി ഒന്ന് സ്മോൾ അടിക്കാമെന്ന് വിചാരിച്ച് സി ഗേറ്റിൽ നിന്ന് അല്പം സ്മോളൊക്കെ അടിച്ച്. സി ഗേറ്റിൽ ഒരു പെഗ് സെലിബ്രേഷൻ എത്രയാണ്? ഒരു പെഗ് സെലിബ്രേഷൻ 50 രൂപ. 50 താങ്കൾ വില കൂടിയത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. 45 ഇല്ല, താങ്കൾ ഇപ്പോൾ എവിടെയോ പോയില്ലേ ജോലി കിട്ടി, അതുകൊണ്ട് താങ്കൾ അറിയാത്തതാണ്. 50 കഥ പറയും. കഥ ഓക്കെ. ഞാനപ്പോൾ ഇങ്ങനെ വെള്ളമടിച്ച് സ്വാഭാവികമായി എൻ്റെ ഒരു FC ഉണ്ട്, 10,000-70,000 രൂപ പണിതാണ്, ആക്സിഡൻ്റ് ആയി. അപ്പോൾ ഞാൻ ആ FCയിൽ ഇങ്ങനെ ഉലാത്തി വരികയായിരുന്നു. അപ്പോൾ ഏതാണ്ട് ആ ഷംലയുടെ ഭാഗം എത്തിക്കാണും. അപ്പോൾ പെട്ടെന്ന് ഒരു സിഗരറ്റ് കത്തിക്കാനൊരു മോഹം കയറി നമ്മൾ ആ ഷംലയുടെ ഫ്രണ്ടിൽ കടയിൽ. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. അടുത്ത ദിവസം എൻ്റെ ജൂനിയേഴ്സ് പൊക്കിയാണ് വീട്ടിലെത്തിച്ചത്. അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പാടത്തും വരുമ്പത്തും കിടന്ന അവസാനമായി ചങ്ങനാശ്ശേരി ഭാഗത്താണ്. ഷാപ്പിൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ പാടത്ത് കിടന്നുറങ്ങി. അല്ലാതെ ഞങ്ങൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾ ടോട്ടലായിട്ട് എവിടെയൊക്കെ കിടന്നിട്ടുണ്ട്? മൊത്തത്തിൽ പലയിടത്തും കിടന്നിട്ടുണ്ട്. അല്ല, ഈ വെള്ളം അടിച്ചിട്ട് എവിടെയൊക്കെ കിടന്നിട്ടുണ്ട്? വെള്ളമടിച്ച് പറയുകയാണെങ്കിൽ സി ഗേറ്റിൻ്റെ അവിടെ പത്തടിപ്പാലം ജംഗ്ഷനിൽ കിടന്നിട്ടുണ്ട്. നമ്മുടെ CP ബാർ, ചാന്ദിനി പാർക്ക്, അവിടുന്ന് ഞാൻ പോർക്ക് ഫ്രൈ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അല്പം വാള് വെച്ച് നമ്മുടെ കളമശ്ശേരി സൗത്തിൻ്റെ അവിടെ കിടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം MH കിടന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത് മാറ്റുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഡി അഡിക്ഷൻ ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പല ഇവരെ ആദ്യം ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കും. അത് ഉപദേശിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പള്ളിയിലച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ശ്വാസം പിടിക്കുന്ന സ്വാമിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും നമ്മളിങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അവരെ ഉപദേശിക്കും. കൊണ്ടുവരുന്ന ഒരു നല്ല കുടിയന്മാരാണ് എന്താ ചെയ്യുക?
നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ അവരുടെ ഫേവറേറ്റ് ബ്രാൻഡുകൾ മുന്നിൽ വെച്ചിട്ട് പോലും അവർ തൊട്ടില്ല. അപ്പൊ ഉപദേശം മാത്രമാണ്. ഉപദേശത്തിലൂടെ മാത്രം നേരെയാക്കാൻ പറ്റുന്നവരെ മാത്രം നേരെയാക്കാൻ പറ്റും. ഉപദേശത്തിലൂടെ നേരെയാക്കാം, ആർക്ക് വേണമെങ്കിലും. അത് ഞാൻ പല രീതിയിൽ തെളിയിച്ചിട്ടുള്ളതാണ്, അല്ലേ മിസ്റ്റർ തല? ഉപദേശം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇല്ലല്ലോ, സ്പെഷ്യൽ. ഞങ്ങൾ ആദ്യം അച്ഛനെ കൊണ്ട് ഉപദേശിപ്പിച്ചു, രണ്ടാമത് യോഗ ചെയ്യിപ്പിച്ചു, മൂന്നാമത് ഞങ്ങൾ അവർക്ക് ഞങ്ങളുടേതായ ഒരു പുതിയ രീതിയിലുള്ള ട്രെയിനിങ്. അതാണ് അവസാനം. അവരുടെ ഫേവറേറ്റ് ബ്രാൻഡ് അവർ തൊട്ടില്ല, നിങ്ങളത് പിന്നെ മറന്നു പോകുന്നു. നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന കുപ്പിയിൽ ഒന്നുമില്ല, സത്യം പറയാം, ഒന്നുമില്ല. പിന്നെ ആ കുപ്പിയിൽ ഒന്നുമില്ലാതെ പിന്നെ അവരെന്തു വെച്ചു അടിക്കും? അതിൽ വോഡ്ക ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ച് ശരിയാവണ്ടേ? അവിടെ ഒന്നുമില്ലല്ലോ. ഇതൊരു കോളേജ് ആയതുകൊണ്ട് അതിനുള്ളിൽ മദ്യം നമ്മൾ അകത്ത് കയറ്റാൻ ഇതുള്ളതുകൊണ്ട് നമ്മൾ കയറ്റാതിരുന്നു. ഇനി വേണമെങ്കിൽ നമ്മൾ അടുത്ത തവണ നല്ല വാറ്റ് കയറ്റാം, കശുവണ്ടിയുടെ വാറ്റ്. പക്ഷേ അപ്പൊ കശുവണ്ടിയുടെ വാറ്റ് കുടിക്കാറുണ്ട്, കശുവണ്ടിയുടെ വാറ്റ് കുടിക്കാറുണ്ട്. മദ്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് വാറ്റാണ്. ലാലേട്ടൻ പോലും അങ്ങനെ സമ്മതിച്ചാണ്. നിങ്ങൾ ഇങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇവരെങ്ങനെ നന്നാവും? നിങ്ങളിങ്ങനെ ഉപദേശങ്ങളൊക്കെ ഉപദേശിച്ചു. അതെ, നിങ്ങൾ എന്റെ പൂർവ്വചരിത്രം ചോദിച്ചപ്പോഴാണ് ഞാൻ കുടിയനാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഭയങ്കര ഡീസന്റ് അല്ലേ? എങ്ങനെ നന്നായി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ശമ്പലയിലെ കേസാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ വെള്ളം ഒടിച്ച് അവിടെ വീണ് അടുത്ത ദിവസം കൊണ്ടിരുന്നപ്പോൾ കുറെ ജൂനിയേഴ്സ് മുമ്പിൽ. എനിക്ക് ആ ജൂനിയേഴ്സിന്റെ പേര് പറയണമെന്നുണ്ട്, നിഹാലൊക്കെ ആയിരുന്നു തോന്നുന്നു. വെറുതെ കഥ പറയണ്ട. പേര് പറയുന്നില്ല. അപ്പോൾ അവരെന്നെ അങ്ങ് ഉപദേശിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ വീട്ടുകാരുടെ കാര്യവും എല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മദ്യത്തിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലായത്. ഉടനെ നന്നാകാൻ നിങ്ങൾ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ്. നിങ്ങൾക്ക് പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ അടുത്തതായിട്ട് എന്നാണ് വെള്ളമടിച്ച് കൂടുന്നത്? അന്ന് അടുത്തത് എന്നാണ് ഇനി അടുത്ത ആഘോഷ പരിപാടി? ഓഡിയൻസിനോട് ചോദിക്കാൻ വേണ്ടി. വൈകിട്ട് എന്താ പരിപാടി? തുങ്ക വീട്ടിൽ ചെന്നിട്ട് സെറ്റാക്കാം. തുങ്കനിവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഇൻസ്പിറേഷൻ. ഓക്കെ, നിങ്ങൾക്ക് പോകാം. ഓക്കെ, താങ്ക് യു. പുതിയ പ്രൊഡക്റ്റിന്റെ പേരാണ് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ കൊണ ക്യാപ്സ്യൂളിന്റെ പ്രത്യേകത? ഇത് കഴിച്ച MECയിലെ ഒരാളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ശ്യാം. ശ്യാമേ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വരാൻ. എന്താടാ നിന്റെ മുടി എന്താ ഇങ്ങനെ? അയ്യോ 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 അയ്യോ. അയ്യോ അപ്പാ, എന്താ എന്നെ ആർക്കും ഒരു വിലയില്ല അപ്പാ, എന്നെ ആർക്കും വേണ്ട അപ്പാ, ഒരു വിലയും ഇല്ല അപ്പാ എനിക്ക്. അയ്യോ അപ്പാ. സാരമില്ല മോനെ, കൊണ ക്യാപ്സൂൾ കഴിക്കൂ, എല്ലാം ശരിയാകും. കഴിച്ചോളൂ. കർത്താവേ, ഞാനിതാ കൊണ ക്യാപ്സ്യൂൾ കഴിക്കാൻ പോവാണ്. പുതിയ മുഖം, പുതിയ മുഖം, സൂര്യമുഖം, ഇനിയൊരു പുതിയ മുഖം. ഇങ്ങോട്ട് വാടാ. എന്താ ഇങ്ങോട്ട് വരാൻ. അയ്യോ എടാ, നിന്റെ സൗണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പോടാ പോടാ പോടാ. ഡേ ഇങ്ങോട്ട് വാടി. ഡേ ഇങ്ങോട്ട് വരാൻ. നമ്പർ എന്താടി നിന്റെ നമ്പർ വേണി? പറയടി നമ്പർ. പോടി മതിരി നിന്റെ നമ്പർ. പോടി അടുത്ത്. ദൈവമേ, കൊണ ക്യാപ്സ്യൂൾ എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. കൊണ ക്യാപ്സ്യൂൾ, ഓ താങ്ക്സ്. ഞങ്ങളുടെ കൊണ ക്യാപ്സ്യൂൾ കഴിച്ച 3 മഹത് വ്യക്തികളാണ്. ആദ്യമായി സന്തോഷ് പണ്ഡിറ്റ്. രാത്രി ശുഭരാത്രി, ഇനി എന്നും നവരാത്രി. അതെ, ഞാനാണ് സൂപ്പർ സ്റ്റാർ. കോഴി കറുത്തതാണെങ്കിലും അതിൻ്റെ മുട്ട വെളുത്തതാ.
രാത്രി ശുഭരാത്രി. കോണ ക്യാപ്സ്യൂളിന്റെ അടുത്ത കസ്റ്റമർ പൃഥ്വിരാജപ്പൻ. 3 ഗുളിക കഴിച്ച പൃഥ്വിരാജപ്പൻ. നിന്നെ കണ്ട കടലല പോലെ മയിലായി തിരയുന്നത് പോലെ അകമേ മനമേ ഞാൻ. അതെ, ഞാൻ രാജപ്പൻ, ബെസ്റ്റ് ആക്ടർ. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഹിയർ, ദർ, എവ്രിവെയർ. മൈ വൈഫ് ഓൾസോ ഇംഗ്ലീഷ്. ഐ ആം ഓൺലി ഇംഗ്ലീഷ്. ബൈ ബൈ. അടുത്തതായി ഞങ്ങളുടെ 4 ഗുളിക കഴിച്ച് കൊണ കുറച്ച് കൂടിപ്പോയ ശ്രീശാന്ത്. स्ट्राइक में श्रीशांत और साइमंड्स, बट कुछ प्रॉब्लम हो गया है और कचरा हो गया है। और भी ये श्रीशांत दूसरे बॉल के लिए तैयार करती है, अपना मन को कंट्रोल करती है और प्रार्थना करती है। ये श्रीशांत और ये अब ഇപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ കൊണ ക്യാപ്സ്യൂളിന്റെ പ്രത്യേകത. ഇപ്പോൾ തന്നെ ഫോൺ എടുക്കൂ, വിളിക്കൂ 1800111123. ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് 50% ഡിസ്കൗണ്ട്. ഇതിന്റെ വില 999 രൂപ മാത്രം. ഹലോ, കോണ ക്യാപ്സൂൾ അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലേ? കൊണ ക്യാപ്സൂൾസിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഒരെണ്ണം മാത്രം പറഞ്ഞു. കൊണ ക്യാപ്സ്യൂളിന്റെ മെയിൻ അഡ്വാൻറ്റേജ് നിങ്ങൾ ശ്യാമിന്റെ ജീവിതത്തിൽ നിന്ന് കണ്ടല്ലോ. എവിടെ? ഇപ്പോൾ ശ്യാം വെറും ശ്യാമല്ല, ഞങ്ങളുടെ മച്ചാൻ കൊണശ്യാമാണ്. പിന്നെ നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റ്, പൃഥ്വിരാജ്, ശ്രീശാന്ത്, അതെ, ഇവരെല്ലാവരും ഇത് കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, അവർക്കൊക്കെ ഒരു ആത്മധൈര്യം കുറവായിരുന്നു. അപ്പോൾ അവർ കഴിച്ചപ്പോൾ കൂടിപ്പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 1 മാത്രം കഴിക്കാനുള്ളത്. പക്ഷെ പാരസെറ്റമോൾ പോലെ 3 എണ്ണം, 1 ഉച്ചയ്ക്ക്, 1 രാവിലെ, 1 വൈകുന്നേരം കഴിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീശാന്തിനൊക്കെ ഈ അവസ്ഥ വന്നത്. ആത്മധൈര്യം വളരെ തീർച്ചയായും ആത്മധൈര്യം വളരെ കൂടുന്ന ഒരു ക്യാപ്സ്യൂളാണ്. ഈ പറയുന്ന നിനക്ക് മൈക്ക് പിടിക്കാനുള്ള ആത്മധൈര്യം പോലും ഇല്ലല്ലോ. മൈക്ക് പിടിക്കാനുള്ള ആത്മധൈര്യം അല്ല, ഞാൻ ഉണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ. അത് ആത്മധൈര്യം കുറച്ച് കൂടുതലുള്ള എൻ്റെ കസ്റ്റമർ ഉടനെ വേണമെങ്കിൽ മൈക്ക് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നീ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല? ഇല്ല, ഞാനിതിന്റെ മാനുഫാക്ചർ ആണല്ലോ ഇപ്പോ. അതെ, അത് ജന്മന ഉള്ള കൊണയാണേ. ഓക്കെ, എപ്പോഴും ഇങ്ങനെ കുണപ്പിച്ചോണ്ടിരുന്നാ മതിയോ? എന്താണ്? എപ്പോഴും ഇങ്ങനെ കുണപ്പിച്ചോണ്ടിരുന്നാ മതിയോന്ന്? അതങ്ങനെയല്ല, അത് ജന്മ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മറ്റുള്ളവർക്കും കൂടി ഇത് പകർന്നു കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ 18 പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഒരു അമൂല്യ നിധിയായിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് അമേരിക്കയിൽ വരെ മാർക്കറ്റ് ഉണ്ട്. പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെ കൊണയോട് സംസാരിക്കുന്നത് ശരിയാണോ? പല അവസരങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ പെൺകുട്ടികൾക്ക് കൊണയാണ് ഇഷ്ടം. അതിനൊരു എക്സാമ്പിൾ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കൊണശ്യാം തന്നെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. കൊണശ്യാമിന് എത്ര ലൈരികളാണെന്നറിയോ? പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രസക്തമായ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. എന്താണത്? കൊണ കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കാണിച്ചില്ല. എല്ലാം നേടിയെടുത്ത കാര്യങ്ങൾ മാത്രമേ കാണിച്ചു. അത് കാണിക്കാൻ പറ്റില്ലല്ലോ, കാരണം അത് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ കിട്ടിയതുകൊണ്ട് കിട്ടിയതിനാണല്ലോ നമ്മൾ പ്രസക്തി കൊടുക്കേണ്ടത്. അത് നിങ്ങളെ പെട്ടെന്നാണല്ലോ. 1 പോയാൽ 100 എണ്ണം വരുമല്ലോ. അത് പ്രൊഡക്റ്റിന്റെ ഒരു പ്രശ്നമല്ലേ അത്? അതിന്റെ പ്രശ്നം കാണിക്കാനുള്ള ഞങ്ങൾ ശ്രീശാന്തിന്റെ അതിക്രമം കാണിച്ചത്. ഓഡിയൻസ് ഓക്കെ, നിങ്ങൾക്ക് പോകാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കാര്യപരിപാടികൾ സുഗമമാക്കാനും വർണ്ണശബളമാക്കാനും ശശി ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഭാരവാഹികൾ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ടുവരുന്നു. കലാസ്നേഹികളെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ വാരി വിതറുക. സഹൃദരെ, ഈ നാട്ടിൽ ഞങ്ങൾ പുതുമുഖങ്ങളായേക്കാം, പക്ഷേ അങ്ങ് അന്താരാഷ്ട്ര തലത്തിൽ ഓസ്ട്രേലിയയിലും ചെക്കോസ്ലോവാക്യയിലും വികസിത രാജ്യങ്ങളായ ഉഗാണ്ടയിലും സൊമാലിയയിലും എന്തിനേറെ പോളണ്ടിൽ വരെ ഞങ്ങൾ ഒട്ടനവധി പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സഹൃദയരെ, ഞങ്ങൾ ഈ അടുത്ത് ഫാഷൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തി വിജയകരമാക്കിയ ലോകോത്തര ബാൻഡായ സാമ്പാറിന്റെ ബാൻഡിന്റെ പ്രകടനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്.
സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില എന്റെ കൂടെ പാട്ടു നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില അയ്യപ്പൻ കുയ്യപ്പൻ ആനക്കള്ളൻ മുയലിന്റെ മേലോറു ചക്ക വീണേ അങ്ങനെ ഞങ്ങളും ഫേമസ് ആയേ ഞങ്ങളുടെ പേര് സാമ്പാറാണേ ആട് പാമ്പേ പട്ടിണി മാറ്റ് സാറേ ആട് പാമ്പേ ഒന്ന് കാശ് താമോനെ അതെ, സുഗമമായി തന്നെ നിങ്ങളുടെ നാട്ടിൽ ഈവന്റ് ഓർഗനൈസ് ചെയ്തു കൊടുത്തു ഞങ്ങൾ. എന്തിന്, ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. അങ്ങ് തമിഴ്നാട്ടിൽ ഞങ്ങൾ എങ്ങനെ ഒരു ശവമടക്ക് ഓർഗനൈസ് ചെയ്തു എന്ന് കാണൂ. അച്ഛോ അച്ഛാ 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 അച്ഛോ അതെ, അങ്ങനെ ഞങ്ങളുടെ പരിപാടിയുടെ ചില പ്രത്യേകതകൾ നിങ്ങളോട് പറയുകയാണ്. ഒന്ന്, രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് എടുക്കാത്തവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. 2, തകർക്കാൻ പറ്റാത്ത വിശ്വാസം, പാമ്പൻ പാലത്തിന്റെ ഉറപ്പ്. 3, ഉദ്ഘാടന ചടങ്ങുകളിലേക്കും കല്യാണ സദസ്സുകളിലേക്കും ഞങ്ങൾ ഏർപ്പാടാക്കി തരുന്ന ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതാ. 1, സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഏക നടൻ രാജപ്പൻ. പുതിയ മുഖം, ഓ ഇവനൊരു പുതിയ മുഖം, പുതിയ മുഖം, ഓ ഇവനൊരു പുതിയ മുഖം. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. എത്ര പെണ്ണുങ്ങൾ വേണം? ഒരു 50 ആയിക്കോട്ടെ. ഇപ്പോൾ ഓണർ റംസാൻ പ്രത്യേക ഓഫർ ഉണ്ട് സാർ. ഓരോ ശവപ്പെട്ടിക്കും കൂടെ ഓർക്കസ്ട്ര ആൻഡ് വീഡിയോ ഫ്രീ. എന്നാൽ ആയിക്കോട്ടെ, പെട്ടെന്ന് വേണം, ശവപ്പെട്ടി ഏർപ്പാടാക്കണം കേട്ടോ. ബൈ. സഹൃദയരെ, നിങ്ങളുടെ കാര്യപരിപാടികൾ സുഗമമാക്കാനും വർണ്ണശബളമാക്കാനും ശശി ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഭാരവാഹികൾ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരിയെ ധന്യമാക്കി കടന്നു പോകുന്നു. കലാസ്നേഹികളെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കലാസ്നേഹികളെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. അനുബോധനത്തിന്റെ ഭൂചണ്ഡങ്ങൾ വാരി വിതറൂ. ഈവന്റ് മാനേജ്മെന്റ് ആണ് ആദ്യ ഭാഗം, പിന്നെയാണ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ശശി ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ശവമടക്കവും ഒരു ഇവന്റ് ആണ്, ജനനവും ഒരു ഇവന്റ് ആണ്, പിന്നെ കല്യാണം, അങ്ങനെയുള്ള പല പല ഇവന്റുകളും. എല്ലാ ഞാൻ പറഞ്ഞില്ലേ, ജനനം മുതൽ മരണമുള്ള ഏത് ഇവന്റും ഞങ്ങൾ ഇവന്റ് മാനേജ്മെന്റ് ടീമാണ്. ഓർഗനൈസേഷനിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ആരും. ഓക്കെ, നിങ്ങൾ വളരെ വലിയ ഓർഗനൈസേഷൻ ഒക്കെയാണ്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു ബോർഡ് പോലും അവിടെ ഒന്നും കാണുന്നില്ല. ബോർഡ് വേണോ? ആശയവിനിമയം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണ്. അല്ലാതെ ഒരു ടിവിയിൽ കാണിച്ചിട്ടോ അല്ല വല്ല സാറ്റലൈറ്റിൽ കാണിച്ചിട്ടോ അല്ല, നമ്മള് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ എത്തിയ കാര്യം എന്റെ ഈ നാട്ടിലെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും അറിയാത്ത ഒരു വ്യക്തി ഇവിടെ നടന്നു വന്ന് അങ്ങോട്ട് വരികയാണെങ്കിൽ അതൊരു കൾച്ചറൽ ഇവന്റ് നടത്തുന്ന കൾച്ചറൽ ഇവന്റ് നടത്തുന്ന ഒരു സംഭവമാണെന്ന് എങ്ങനെ മനസ്സിലാവും? അതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ ശവമടക്കാണെങ്കിലോ? ഞാൻ ചോദിക്കട്ടെ, വായിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ബോർഡ് വായിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലേ? ബോർഡ് വേണമെന്ന് നിർബന്ധമില്ല. ബോർഡ് ഇല്ലാതെ അങ്ങനെ സാധാരണ ആളുകൾക്കും പറ്റുന്നില്ല. അല്ല, ഞങ്ങളിപ്പോ വാഹനത്തിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ നോട്ടീസ് തന്നില്ലേ, ആ നോട്ടീസ് വായിക്കും ആദ്യം. ഞങ്ങളുടെ ഇവന്റിനെ കുറിച്ചും അതിനെ കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇല്ല, ഇതിലൊന്നും എഴുതിയിട്ടില്ല. ഇതിൽ പരിപാടി എന്താന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതാ പറഞ്ഞ ഈവൻ ഞങ്ങൾ കോണ്ടാക്ട് നമ്പർ ഉണ്ട്, കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുതരാം. ഒരു ബോർഡ് ഇല്ല. ഇത് ചേട്ടാ ആ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിക്കോ, ഇപ്പൊ വിളിച്ചോ.
അത് സത്യത്തിലുള്ള നമ്പറാ. ഇപ്പൊ വിളിച്ചോ. പക്ഷേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇത്രയും വലിയ കോലാഹലങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ ഒരു ബോർഡ് വെക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്കില്ല എന്നുള്ളത്. അതെ, ഞങ്ങളൊരു അഡ്വർടൈസ്മെന്റ് ആണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഇവന്റ് വളരെ വലിയ ഇവന്റുകളൊക്കെ ചെയ്ത് ഇവിടെ പൃഥ്വിരാജ് ആരാണ്ടൊക്കെ പോയി, പക്ഷെ വലിയ ഇവന്റുകളൊക്കെ ചെയ്തു. പക്ഷെ ഒരു ബോർഡ് വെക്കാനുള്ള ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ നട റോട്ടിൽ ബോർഡ് വെക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ഇവിടെ എല്ലാവരും നട റോട്ടിലാണോ ബോർഡ് വെക്കുന്നത്? അല്ല, എങ്ങനെ ബോർഡ് വെക്കാ? ചേട്ടൻ ബോർഡ് അടിക്കുന്ന വല്ല കമ്പനി ഉണ്ടോ? ബോർഡിനോട് ഇത്ര കമ്പം. ഓക്കെ, ബോർഡിനെ പറ്റി നമുക്ക് വിടാം. ബോർഡ് ഓക്കെ, നമുക്ക് ലീവ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ഈ അടുത്ത് നടത്തി വിജയിപ്പിച്ച ഒരു പരിപാടിയാണല്ലോ സാമ്പാർ. നിങ്ങൾ തന്നെയാണ് അതിൽ പ്രശ്നക്കാരെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. നിങ്ങളാണ് ഫുൾ അലമ്പാക്കുന്നത്. സാമ്പാർ എന്ന് പറയുന്ന ഈവന്റ് ഞങ്ങൾ നടത്തിയത് ഫാഷൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെ നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആ കോളേജിനെ കുറിച്ച്? അറിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് ആ കോളേജ് ഒന്ന് പറഞ്ഞുതരൂ. ഇവിടെ അല്ല ആ കോളേജ്, ഇത് മോഡൽ കോളേജ് അല്ലേ? ഞങ്ങൾ ഫാഷൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രോഗ്രാം അലമ്പായിനെ പറ്റിയാണ് ചോദിച്ചത്. ഏത് പ്രോഗ്രാം? സാമ്പാറിന്റെ പ്രോഗ്രാം, നിങ്ങൾ നടത്തിയ സാമ്പാറിന്റെ പ്രോഗ്രാം നിങ്ങൾ തന്നെയല്ലേ അലമ്പാക്കിയെന്നാണ് ചോദിച്ചത്. അല്ല, സാമ്പാറിന്റെ പ്രോഗ്രാം ഞങ്ങൾ നടത്തി. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു സാമ്പാറിന്റെ പ്രോഗ്രാമിന്. പറഞ്ഞു കേട്ടതാണ്. പറഞ്ഞു കേട്ടതാണ്. നിങ്ങൾ പറയുന്നതല്ലേ? ഞങ്ങൾ ഇവനെ നടത്തിയെന്ന് പറഞ്ഞു. ചേട്ടനോട് ആരോ പറഞ്ഞു അത് ഞങ്ങൾ കൊളാക്കി. ആരോ പറഞ്ഞു അത് ഞങ്ങളത് അംഗീകരിക്കുന്നില്ലല്ലോ. ബോർഡ് പോലും ഇല്ലാത്ത പ്രോഗ്രാം ഒരു ബോർഡെങ്കിലും വെച്ച് നടത്തിയെങ്കിൽ മാത്രമേ ആളാന്ന് മനസ്സിലാവത്തുള്ളൂ. ഞങ്ങൾ നടത്തിയ പ്രോഗ്രാമിന്റെ ക്ലിപ്പിംഗ് ആണല്ലോ നിങ്ങളിപ്പോ കണ്ടത്. ഒരു ബോർഡ് പോലും ഇല്ലാതെ പ്രോഗ്രാം നടത്തിയ നിങ്ങളല്ല, ആരാ നടത്തിയെന്ന് പോലും അറിയില്ല. ഒന്ന് ചോദിച്ചോടെ? ഞാൻ പറയുന്നത് ഇപ്പഴും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയാ വെച്ചത്, അല്ലാതെ കാശുകാർക്കും വലിയ പഠിച്ച് പണ്ഡിതന്മാർക്കൊന്നുമല്ല. ഞങ്ങളെ ഇവന്റില് എല്ലാവർക്കും കയറായിരുന്നു. ടിക്കറ്റ് എടുത്താൽ വെറുതെ 5 രൂപ ടിക്കറ്റ് എടുത്താൽ ആർക്കും കയറായിരുന്നു. അല്ലാതെ കോളേജിൽ ഉണ്ടായിട്ട് പണ്ട് ആ ഫാഷൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു പോയവർ വരെ ഗേറ്റിന്റെ പുറത്ത് ഗേറ്റ് അടിച്ചിട്ട് ഞങ്ങളെ കേറ്റോ എന്ന് പറയുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഹലോ, നിങ്ങൾ രജിസ്ട്രേഷൻ ഫ്രീ ആണെന്നല്ലേ ആദ്യം പറഞ്ഞത്? ഏത് രജിസ്ട്രേഷൻ ഫ്രീ? ടിക്കറ്റ് എടുത്തവർക്ക് എല്ലാവർക്കും ഞങ്ങൾ കയറാൻ പറ്റുന്നു. അതാ ഫസ്റ്റ് പോയിന്റ്. രജിസ്ട്രേഷൻ ഫ്രീ ആണെന്നാണ് ഞങ്ങൾ കേട്ടത്. എപ്പോ കേട്ടു? അല്ല പോട്ടെ പോലെ. അപ്പോൾ നിങ്ങൾക്ക് പോകാം. श्वेता ऑनलाइन सर. नेहा ऑनलाइन सर. मृणाल ऑनलाइन सर. राहुल ऑनलाइन सर. ऑनलाइन. कोई मुझे बताएगा ये ऑनलाइन क्या है? सर, ये बैंकिंग नहीं, ऑनलाइन बैंकिंग का जमाना है. वाकई ऑनलाइन बैंकिंग का जमाना है. बस www.onlinesbi.com पर लॉग ऑन करो और बैंकिंग सुविधाओं का लाभ उठाओ. अब इनलाइन बैंकिंग भूल जाओ, SBI ऑनलाइन बैंकिंग अपनाओ. प्रोफेसर शर्मा. ऑनलाइन सर. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 3 രംഗത്തിൽ അവനുള്ളതാണ്. അവനില്ലാണ്ട് തൊടാൻ പറ്റുകയില്ല. ആ രണ്ടാമത്തെ രംഗത്തിൽ അവനില്ലല്ല. ഉണ്ടാ? അപ്പൊ അത് തുടങ്ങാം. ബഞ്ചി ഇങ്ങോട്ട് പിടിച്ചു. തങ്കം മുന്നോട്ട് വന്ന് നീ പൊസിഷൻ ഇങ്ങോട്ട്. പാപ്പി അങ്ങ ഒന്ന് വായിച്ചേ. അദ്ദേഹം വെറും ഒരു അടിമയായിരിക്കാം, ആരോരുമില്ലാത്തവനായിരിക്കാം. പക്ഷെ എന്റെ മനസ്സിൽ അദ്ദേഹം ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. എന്റെ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. എന്റെ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയി. ആരിനി എതിർത്താലും ആ സ്നേഹം തിരിച്ചെടുക്കാനുള്ള ശക്തി എനിക്കില്ല. അറിഞ്ഞുകൊണ്ട് ആശിക്കരുത് കുമാരി. അസാധ്യമായ ദുഃഖക്കടലിലേക്ക് എടുത്ത് ചാടരുത്. ഡയലോഗ് മറിഞ്ഞുപോയി. രാവിലെ ഉടുത്തുകെട്ടി ഇങ്ങോട്ട് പോരും. ആകെ 2 ഡയലോഗേ ഉള്ളു. അത് നേരെ പറയാമെങ്കിൽ ഇറങ്ങി പോയിടുന്നു. അസാധ്യമായത് ആശിക്കരുത് കുമാരി. അറിഞ്ഞുകൊണ്ട് ദുഃഖക്കടലിലേക്ക് എടുത്ത് ചാടരുത്. കുന്തം വിളികൾ നിൽക്കാനോട് പറയണോ പറയാൻ. രാജ തിരുമനസ് അറിഞ്ഞാൽ അവിടത്തേക്ക് ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി? എന്നെ തല്ലി ഞാൻ മടുത്ത്. എവിടെ നോക്കിയാലോ ഡയലോഗ് പറയണേ? ആഡിയൻസിന് മുമ്പിലാ പുറകിലാ? മുമ്പില്. രാജ തിരുമനസ് അറിഞ്ഞാൽ
അവിടത്തേക്ക് ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി? കുമാരി, രാജാവ് തിരുമനസ് അറിഞ്ഞാൽ നിന്നെ കൊലത്തും. കണ്ടാലും മതി ഒരു രാജാവ്. അയ്യടാ, പോയി പണി വെക്കാൻ പറഞ്ഞ നിന്റെ രാജാവിനോട്. ദേ ഒരു വക മറ്റേടത്ത പരിപാടിയായി പോകട്ടാ നീ കാണിച്ചത്. ഇത്ര നേരം പരവൂരെ ഷാപ്പിൽ പിടിച്ചിരുത്തി അന്തിക്ക് മുമ്പ് എത്താമെന്നല്ല നീ പറഞ്ഞത്. ഇവിടെ ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, ദേ എനിക്ക് വേണ്ടിയിട്ടല്ല, ഇവന് വേണ്ടിയിട്ടാണ് വായിട്ട് അലച്ചതും അലയ്ക്ക് വില പറഞ്ഞതും. എന്നിട്ട് വാക്ക് പറയേണ്ട നേരത്ത് ഇവൻ വരാണ്ട് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിച്ച ആർക്കായാലും കളി കയറൂല്ലേ? അല്ല, ആശാൻ തന്നെ പറ. എന്റെ പൊന്നോ നീ ഓടാ അവിടുന്ന്. അവനവന്റെ കാര്യം നോക്കാളെ അവൻ നിന്ന് തെറി കേക്കണ്. നാണം ഉണ്ടോടാ നിനക്ക്? ഇതുവല്ല നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം മറ്റാണ്. ആശാനുവിന്റെ പണ്ടേ ഉള്ള കിറുക്കാണ്. കിറുക്കുന്ന എന്റെ തന്തയ്ക്ക്. ദേ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ല, ഞാൻ പോലും കൊതിയെ വിളിക്കണതിന് മുമ്പ് അങ്ങേര് ചത്തുപോയതാണ്. എന്റെ മട്ടും മാതിരിയും മാറും. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഞാനിവനെ കൊണ്ടാ പോണുള്ളൂ. അവയപ്പം വരണില്ല, ഇവിടെ പണിയുണ്ട്. അത് ഇങ്ങനല്ല തീരുമാനിക്കാതെ. ഇയാളെന്നെ ഇറക്കി വിടുവാ. എങ്കിലും നീ വിടറാ. ഇവനിവിടെ നിന്ന് അലമ്പാക്കും. ഞാനിവനെ വിളിച്ചോണ്ട് പോകട്ടെ. ഇയാളെന്നെ എന്ത് ചെയ്യുമെന്നാ ഞാൻ നോക്കാനാട്ടാ. നീ വിളിച്ചപ്പോ ഞാൻ ഇറങ്ങി വന്നില്ലടാ. നീ വാ. നീ വന്നത് ഇയാക്കട ഭാഗ്യം. അല്ലോ നീ വാ. നാട്ടിലെ ഏത് പെൺകുട്ടിയെയും നിനക്ക് സ്വന്തമാക്കാം, എന്റെ മകളെ ഒഴികെ. അവളെ മറക്കുക, മറക്കാൻ തയ്യാറാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയുക. അതല്ല നിന്റെ ഭാവമെങ്കിൽ രാജനീതിയുടെ ഖഡ്ഗമേറ്റ് നിന്റെ ശിരസ് ഇവിടെ പിളഞ്ഞു വീഴും. കഷ്ടം. മറക്കാവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജീവനെങ്കിലും കിട്ടിയേനെ. നീ ആരാടാ? എടാ ആരാന്ന്? ആൻഡോ ആ കഥാപാത്രമാ. എന്റെ മറുപടി കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ആശാനില്ല, ഞാൻ രാജാവാണ്. നീ അടിമ. അടിമയ്ക്ക് ചേർന്ന വർത്തമാനമാണോ നീ പറഞ്ഞത്? എടാ ആനാന്ന്. കാവറെ വേഷം കെടുത്ത ആ ഷട്ടങ്ങാട്ടൂര് തട്ടേല് നിൽക്കുമ്പോ അവനവനില്ല, കഥാപാത്രമേ ഉള്ളു. എടാ വേഷമിട്ട് കഴിയുമ്പോ നീ ആൻഡോ അല്ലാണ്ടാവും, നീ അടിമയാവും. ചെന്ന് പൊസിഷൻ നിൽക്ക്. ഞാൻ അവസാന ഭാഗം മാത്രമേ പറയത്തുള്ളൂ കേട്ടാ. അത് കഴിയുമ്പോ നീ എന്റെ ഡയലോഗ് തുടങ്ങണം. മൂമെന്റ്സ് മറക്കരുത് കേട്ടാ. രാജനീതിയുടെ ഖഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിടഞ്ഞു വീഴും. പറയടാ. എടാ പറയാൻ. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സേ. രാജപ്രതാപങ്ങളുടെ ഗർഭിന് മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചസ്തമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. വേണ്ട, എന്നെ മറക്കാമെന്ന് പറയൂ, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയൂ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഭാഗ്യദോഷിയായി ഈ പാവിനി അത് കണ്ടെങ്കിലും ആശ്വസിച്ചുകൊള്ളാം. ഭീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ. എനിക്ക് മരണം ഒന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്. പരവേശെടുക്കള് കുറച്ച് വെള്ളം തരുവാ. നീ പെരുക്കി കളഞ്ഞല്ലടാ. ചാർലി ഇതിന്റെ ഏഴ് അയൽപക്കത്ത് വരികയല്ല. ആദ്യമായിട്ട് നാടൻ കളിക്കാണെന്ന് പറയേയില്ല, അസലായി. പോരാ, പറഞ്ഞതൊന്നും അങ്ങാട്ട് ചെയ്തെന്നേ ഉള്ളു, അതുപോരാ. പോരല്ലേ? വഴിയില് സിംഹം, ഇതിനൊന്നും ഉറക്കൂല്ല. സർവൻസ്, ഈ വൃത്തിയിട്ട ശമ്പളം തീനികൾ ആരുടെ അമ്മൂമ്മയുടെ മാരേജിന് പോയി കിടക്ക? ഏയ്,
ഓ എന്തൊരു മുട്ട അത്. ആർക്കാണാവോ ഇത്രയും മുട്ടണത്? ഓ അതിലിവിടെ തന്നെ അല്ലേ? ഇത് തന്നെ. കാലത്തെ തന്നെ നേരം വിളിക്കാണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? അറിയൂ ആരാ എന്ത് വേണം? താനാരാ? എന്താ താനാരാ? നല്ല പാട്ടാണല്ലോ. നാടോടി ഗായികയാണല്ലേ? പാട്ടൊന്നും വേണ്ട. പുറത്തോ. താൻ ആരാന്നാ ചോദിച്ചത്? ഓ ഞാനോ? ആയാമേ കോൻബനേക കരോട്ട്പതി, ഈ ബംഗ്ലാവിലെ കൊടീശ്വരൻ. അത് പറയുമ്പോ എനിക്കൊരു കുളിര് വരും. യു ബ്ലഡി. ഓ യു ബ്ലഡി. ആ സമയത്ത് തരിച്ചു വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. സോറി, ഞാനൊരു കൊടീശ്വരനാണെങ്കിലും ഇത്തരം വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. വേണമെങ്കിൽ ഞാനൊരു സർവൻസിനെ വിളിക്കാം. അവർക്ക് താല്പര്യമുണ്ടോന്ന് ചോദിച്ചു നോക്കൂ. താൻ എന്താ ധരിച്ചത്? കണ്ടില്ലേ ഗ്ലൗൺ? എന്താ ഇത് വാടകയ്ക്കെടുത്താന്ന് തോന്നുന്നുണ്ടോ? എന്താ ബോസ് കിടന്ന് കുരയ്ക്കുന്നത്? ബോസിന്റെ മാതാപിതാജി ആരെങ്കിലും പെട്ടെന്ന് അകാലചരമ അറിഞ്ഞോ? എന്നെ പോലെ ഒരു കോടീശ്വരന് ഈ ലോകത്ത് ഒരു വിലയില്ലേ? 6 മണി ആയിട്ടില്ല, കുറച്ചുകൂടെ വിലയുണ്ട്. എന്താ ബോസ് അങ്ങനെ തോന്നാൻ? കോട്ടും സൂട്ടും സ്കൂൾ ബാഗും ഇട്ട് വന്ന ആ സാധനം എന്നെ രാവിലെ തന്നെ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നു. പിടിച്ച് പുറത്താക്കത്തവളെ. ഞങ്ങളുടെ ബോസിനെ രാവിലെ വന്ന് വലവീശി പിടിക്കാൻ നീ യാത് പൂങ്കുറയിലെ മുഖത്തേടി. ഇയാളെന്റെ സർവന്റ് ആണ്. എന്താ എന്നെ കണ്ട ഞാനാണ് ഇയാളുടെ സർവന്റ് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ തന്നോടല്ല ഇയാളോടാണ് ചോദിച്ചത്. എന്റെ മുഖത്ത് നോക്കി ഇയാളോട് ചോദിക്കാൻ തനിക്കുന്ന കൊങ്ങണ്ണുണ്ടോ? എന്താ പാതിരാത്രിയിൽ അവിടെ ഒരു ബഹളം? ആരും ഇറങ്ങിയില്ലേ? ഓ ആരിലെ കണ്ണിന് ഇറങ്ങി. ഒച്ച അവിടെ കേട്ടപ്പോ ഇത്ര പെട്ടെന്ന് ആള് ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ല. കട്ടിലിൽ നിന്ന് കാലെടുത്ത് വെച്ചതും ഗോണിക്ക് താഴെ. അല്ല, പരിചയമില്ലാത്തൊരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ ഇവിടെ. ഈ ബംഗ്ലാവിൽ തെയ്യുണ്ണി അറിയാതെ ഒരു പരിപാടി നടക്കൂല മോനെ. എല്ലാ പ്രോഗ്രാമും സ്പോൺസേഡ് ബൈ ഈ തെയ്യുണ്ണി അറിഞ്ഞിട്ട് മതി മോനെ. പൂജ എന്റെ കമ്മീഷൻ കിട്ടാതെ ഇവിടെ ഒരു പൂജ നടക്കില്ല. മുതലാളിയുടെ മോള് പൂജ കുഞ്ഞി. അത് എന്നാ പറഞ്ഞ മുതലാളി പൂജ. എന്റെ പറച്ചിനിക്കട മുത്തപ്പ എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? പൂജ മോള് വരുന്ന വിവരം ആരെങ്കിലും കൊണ്ടൊന്ന് കമ്പിക്കടിക്കായിരുന്നില്ലേ? അതും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇവിടം വരെ വന്നൊന്ന് പറയായിരുന്നില്ലേ? മോൾക്ക് ഓർമ്മയുണ്ടോ ഈ തെയ്യുണ്ണിയുടെ മുഖം? 7 വർഷം മുമ്പ് മുതലാളിയുടെ ഒപ്പം ഇവിടെ വന്നത്. ഇപ്പൊ ആകെ മാറിയിരിക്കുന്നു. മുഖത്ത് മീശയൊക്കെ വന്ന് എന്തൊരെടുപ്പാ. മീശയില്ലാത്ത മുഖം ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഉറക്കത്തിൽ നയിച്ച കൊറേ നേരം ഇങ്ങനെ പരിസരബോധം ഉണ്ടാവൂല. അത് ഈ സംസാരിക്കുമ്പോ എനിക്ക് വിക്ക് വരുന്നതുകൊണ്ട് ചെവിട് കേട്ടുകൂടാതാ. ഇതൊരു പുതിയ അസുഖം. നിങ്ങളുടെ കോമാളിത്തരം കാണാനല്ല ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ആയിരുന്നോ? ബംഗ്ലാവിന്റെ അവകാശം സ്ഥാപിച്ച് നിൽക്കുന്ന ഇയാൾ ആരാന്ന് എനിക്ക് അറിയേണ്ടത്. പറഞ്ഞു കൊടുക്കണോ? എന്റെ ദൈവമേ, ഇവൻ പിന്നെ വന്ന ഇറങ്ങി പോടാ പുറത്ത്. ഇറങ്ങിപ്പോവാനാ? ഞാൻ സമയമാകുമ്പോ പൊക്കോളാം. ഇവൻ ആരാണെന്ന് അറിയാമോ പൂജക്കുഞ്ഞെ? ഉടമസ്ഥനില്ലാത്ത സമയത്ത് ബംഗ്ലാവിൽ കയറി വന്ന് കോടീശനാണ് അവകാശിയാണെന്നൊക്കെ പറയാൻ ഇവന്റെ ഹോബി. ഇറങ്ങി പോടാ പുറത്തെന്ന് പറഞ്ഞാൽ സമയാവട്ടെ എന്ന് പറയും. പിന്നെ ദേഹോപദ്രവൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ അങ്ങ് സഹിക്കും. നിന്റെ പാപ്പയ്ക്കാടാ. സത്യമായിട്ട് പറയടാ. അതാണ് അന്തസ്. എഗ്രിമെന്റ് പ്രകാരം വെളുപ്പിന് 6 മണി വരെ ഈ ബംഗ്ലാവിന്റെ ഉടമസ്ഥ അവകാശം എനിക്കാ. ഓശാരത്തിനൊന്നല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് പുളിങ്കുരു പോലെ എണ്ണി കൊടുത്തട്ടാ. കേട്ടില്ലേ? കാശിനെ തന്നെ പുളിങ്കുരു എന്നാ പറയണ. പ്രാന്തായി. ഏതാ ഇതുങ്ങളൊക്കെ? ഇവിടെ ആരോ പെറ്റിട്ട് പോയതാ. അല്ല, ആരോ വിട്ടിട്ട് പോയതാ. ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാറുണ്ട്. ഞങ്ങളൊന്നും മിണ്ടാറില്ല. വാ തുറന്ന ഇംഗ്ലീഷാ. മറ്റേ വർത്താനൊന്നും നമ്മൾ പറയാൻ പാടില്ല മോളെ. അത് നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല. മുതലാളിയുടെ മകളാണല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ക്ഷമിച്ചപ്പോ എന്റെ ബംഗ്ലാവിനകത്ത് കയറി തോന്നിയാസം കാണിച്ചിട്ട് താനത് പ്രസംഗിക്കൊന്നും വേണ്ട. ഇറങ്ങി പോടോ കൗണ്ടറൽ. ഓ, ഞാൻ കൗണ്ടറാണെന്ന് മനസ്സിലായല്ലോ. അതെ, ഞാൻ ഈ കൊടയിലെ ചിന്ന കൗണ്ടറാ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോണം സംസാരിക്കാൻ. എന്നെ സംസാരം ഒന്നും പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് തെണ്ടികളെ പിടിച്ച് പുറത്തിറങ്ങിയില്ലെങ്കിൽ എല്ലാത്തിനും പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ബെഗേഴ്സ്. വേണ്ട. What you say? Beggars. We may be trolley clubbers, but we are not beggars. If
If you utter the word beggars once upon a time, I will pull out your tongue. ജയൻ അങ്ങാടി സിനിമയിൽ പറഞ്ഞ ഡയലോഗാ. ഈ കുട്ടികൾ ആരാണെന്ന് നിനക്കറിയോ? നിന്നെ വിലക്കെടുക്കാനുള്ള കഴിവെന്നവർക്കുണ്ട്. ഇവരുടെ ആസ്തി എത്രയെന്ന് അറിയോ? താങ്ക് യു. കൊള്ള അസ്ഥ ചീത്താക്കാതെ ഇറങ്ങി പോടാ. മണി 6 എഗ്രിമെന്റ് കഴിഞ്ഞു. ഓക്കെ, 6 നിന്റെ ഒക്കെ ഭാഗ്യം. തലയിലിട്ട തൊപ്പി, കയ്യിലിട്ട 2 സാക്സ്, പിന്നെ നിന്റെ അപ്പന്റെ ചെരുപ്പ്, പണ്ടാടത്തിന്റെ കാലുമെത്ത സാക്സ്, നിന്റെ അപ്പന്റെ വൃത്തികെട്ട ഗ്ലൗം കൊണ്ട് പുഴുകി തിന്നടി. എന്റെ ഒരു പാവം മൂർഖം പാമ്പിനെ നീ ഓർക്കത്തിൽ നിന്ന് വിളിച്ചെടുത്ത് ചെരുപ്പിട്ട കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരിച്ചത്. നോവേറ്റ പാമ്പ് ദാ പുകയും കൊണ്ട് പകയും കൊണ്ടാണ് പോകുന്നത്. സൂക്ഷിച്ചോ. വാ മക്കളെ, കമ്മക്കേനെ അന്തർത്തെ കണ്ട അലവലാദികളെയൊക്കെ വിളിച്ചേറ്റി ഇവിടെ പഴിഞ്ഞാട്ടല്ലേ. രണ്ടിനും ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അതവൻ തന്നെ. നിന്റെ കൂട്ടത്തിൽ ഇനി ആൾക്കാരെ വിളിച്ചോണ്ട് വേണ. എന്റെ കൈത്തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ല പട്ടി. നീ വലിയ ബോക്സിംഗ് ചാമ്പ്യനൊക്കെ ആണല്ലോ, എന്നിട്ട് ഇപ്പൊ ആളായിരിക്കാൻ ആണുങ്ങൾ വരേണ്ടി വന്നു. അല്ല, അത് പിന്നെ യാതൊരു മുന്നറിയിപ്പില്ലാവെന്ന് ഇടിച്ച ആരായാലും വീണു പോവും. പിന്നെ അടിക്കാൻ വരുന്നവൻ നോട്ടീസും മുന്നറിയിപ്പൊക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്. എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പിന്നെന്താ? ആഹാ, അത് ശരി. അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് നിനക്കൊക്കെ ഞാനൊരു നമ്പരും പഠിപ്പിച്ചു തരാത്തത്. ഒന്നിങ്ങോട്ട് വന്നേ. ഒരാള് ഗോളടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഗോളിയില്ലാത്ത പോസ്റ്റ് കയറി വെറുതെ ഗോൾ അടിക്കാതെ. ഞാനൊരു ഗോൾ അടിച്ചോട്ടടാ. വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേനെ. ചാരിതാർത്ഥ്യം അല്ലടാ, ചാരിത്രം. എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആക്ച്വലി സംഭവം തന്നെ. ബട്ട് കൊളോക്കിയലി ഞാൻ കൊളമാക്കണ്ട. പരിചയപ്പെടുത്തത് കൂട്ടുകാരാണെന്ന് പറയടാ. നിന്നെ പോലെ അടക്കാത്തലെ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജ ഉണ്ടോ? ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ. എന്റെ എന്ന് പറഞ്ഞ സേതുന്റെ. സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് അറിയണമല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത്. അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? മരിച്ചുപോയ ഞങ്ങളുടെ സേതുവിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം? ആരായിരുന്നു പെൺകുട്ടി? ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, അവൾക്കും സേതു എന്ന് വെച്ച ജീവനായിരുന്നു. സേതു ആ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവളെ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു അന്യജാതിക്കാരനായ പുരുഷനെ പ്രേമിച്ചത്. പിന്നീട് ഒരു യുദ്ധമായിരുന്നു. ഒരു ഭാഗത്ത് അവളുടെ വീട്ടുകാരയച്ച ഗുണ്ടകളും ബന്ധുക്കളും, മറുഭാഗത്ത് സേതുവും, പിന്നെ ഞങ്ങൾ 4 പേരും. ഇവനെ എടുത്തിട്ട് ഇടിച്ചപ്പോ ഞങ്ങൾ വന്ന് രക്ഷിച്ചില്ലേ? അവന്മാരൊക്കെ അതിൽപ്പെടുന്നവരാ. സേതു മരിച്ചിട്ടും അവർക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. ഈ ലോകം മുഴുവൻ എതിർത്താലും ഞങ്ങൾ സേതുവിനോടൊപ്പം നിന്നേനെ. അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ തൂക്കിയെടുത്ത് സേതുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേനെ. പക്ഷേ സേതു അതിനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവളെപ്പറ്റി സേതു ഒന്നും പറഞ്ഞില്ല.
മടങ്ങുമ്പോ ഞങ്ങളെ 4 പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അത് അവന്റെ അവസാനത്തെ യാത്രയായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പുകുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാണ് പുല്ലേ. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് കിണർ. കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ, ഭയങ്കര ആഴമാണല്ലോ ചേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോരി കുളിച്ചാ മതി. ഇതാണ് കക്കു. നിനക്കൊന്ന് തള്ളിപ്പിടിച്ചിരുന്നു പോത്തായ. ഏത് നേരം ഇതിന്റെ അകത്താ. നിനക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളിപ്പിടിക്കണം. കൊളുത്തില്ല. കൊളുത്തില്ലെന്ന്. ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിടണ. താൻ എന്താ എന്റെ പിന്നാലെ നടക്കണേ? താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിടണോ അങ്ങനെ മറച്ചിടണോ? ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും. എത്ര കാലമായി ആ വാതിൽ ഒരു കൊളുത്ത് വെച്ചൂടെ? പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും 7 പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നവനൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. എടാ എടാ, ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. പിശാശ? ഏത് പിശാച? മത്തായി ചേട്ടാ, ഇവൻ കള്ളനാണ്, പോക്കറ്റടിക്കാരൻ. മത്തായി ചേട്ടാ, ഇവൻ ആള് തെറ്റിയതാ. മിണ്ടരുത്. ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണം. അത് മത്തായി ചേട്ടൻ പറയട്ടെ. മത്തായി ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തോളാം. അതല്ലേ എന്റെ ശരി. ആ, ഇങ്ങോട്ട് പറയേ. നീ ഇവിടുന്ന് ഇറങ്ങും, ഞാൻ നോക്കട്ടെ. മത്തായി ചേട്ടാ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്നല്ലോ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായി ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായി ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളെ പിടിച്ചു പറിച്ചായിരിക്കും. കള്ളൻ. അവന്റെ ഒരു സഞ്ചി. ഇറങ്ങി പോടാ. ഗോപാലകൃഷ്ണൻ, നീ എന്തായി മത്തായിച്ചൻ ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരം? ഏതക്ഷരം? മത്തായിച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട. നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെ എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ചെന്ന് എന്റെ പേരല്ലേ? നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ, ആ പെട്ടിയൊക്കെ അവിടെ വെച്ച്. രാമകൃഷ്ണല്ല, ബാലകൃഷ്ണൻ. എന്ത് കൃഷ്ണങ്കിലാവട്ടെ, ഇതൊക്കെ അകത്തോണ്ട് സാധ്യമല്ല. അകത്ത് കൊണ്ടുപോയി. അവനിവിടെ താമസിച്ചാൽ ഞാനിവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവനിവിടെ താമസിക്കുന്നത് മത്തായിച്ചൻ എന്താ നിർബന്ധം? ഓശാരത്തിനൊന്നല്ലോ, കാശ് എന്നിട്ടല്ലേ. ഓ, അവന്റെ വാടക ഞാൻ തന്നെ തീർന്നല്ലോ പ്രശ്നം. 2 കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ. പോണേ പോയിക്കടാ. പോവും. പോടാ. ഞാൻ പോവോ? ഞാൻ പോവാ. എന്തേ പോണില്ലേ? പോണില്ലേന്ന്? ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശ് തരാൻ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനില്ലേ? 2 കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ? വൃത്തികേട് കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. ഡാടാ,
നീ എന്തിനാണ് പാറാവ് നിൽക്കണേ? മത്താച്ചേട്ടാ ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ, ഒന്നിറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കയറിയതേ ഉള്ളൂ. മത്താച്ച എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. മത്താച്ചേട്ടാ ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കല്ലേ എന്റെ ജോലി. ഓടെ ചക്ക അവിടുന്ന്. നിന്നെ നിന്നെ ഞാൻ എന്റെ അമ്മേ പീഡ വാഴവനെ നിന്നെ ശരിയാക്കാൻ പറ്റില്ല. പിടിച്ചു നിർത്തണ്ട. പിടിച്ചു മതാച്ചേട്ടാ ഞാൻ പിടിച്ചിട്ടുണ്ട്. വേഗം എണീച്ചു വാ വന്ന് തടി. നിനക്ക് ഞാൻ എന്നെ അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. ഇനി നീ മലത്തിട്ടതായി എന്റെ നെഞ്ചത്ത് പ്രശ്നമില്ല. ഞാൻ വെറുതെ മലത്തില്ല. ഞാൻ നോക്കണ്ട. പിന്നെ മലയില്ല ഞാൻ. മുണ്ട് നീ മുണ്ട്. എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ മുണ്ടില്ല. അതല്ല ഉടുതുണി. പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഹേയ് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ ഈ ചവിട്ട് നാടകം. അതെ ഞങ്ങളുടെ ഇതാണ് ആശാൻ. ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ? ഞാൻ താനിങ്ങോട്ട് വന്നേ. കണ്ട ഏയ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ അതല്ലെന്നേ. കണ്ടില്ലേ അവന്റെ തനിനിറം? അത് അവന്റെ പെങ്ങളല്ലേ? ഉണ്ട. ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. എന്ത് കുട്ടി ആദ്യമായിട്ട് വന്നിട്ട് दादी। अरे बिट्टू जीता रे। दादी मैं भी। हाँ देखो तो क्यों ठीक है ना? ए बाप रे ये घुटना बहुत परेशान करता है। घुटना स्प्रे छड़ी फ्रूट्स एटीएम ये छड़ी कहाँ से आ? बढ़िया है। इतनी जल्दी? ए, कितना अच्छा शॉल। दादी को बर्थडे पे आज यही गिफ्ट करूंगा। एटीएम आज सर्दी कुछ ज्यादा है। ले दादी को उड़ा दे। भाई तो हर बार कैसे? स्टेट बैंक एटीएम कार्ड, यही तो है तेरा डेली शॉपिंग कार्ड। इससे अपनी बैंक अकाउंट से पेमेंट हो जाता है, तो कैश क्यों निकालना? हैप्पी बर्थडे दादी। वाह
अरे तू और मैं हाँ तू भी आ स्टेट बैंक माइस्ट्रो डेबिट कार्ड, आपका न्यू कैश। नाद शरीरा परा वेद विहारा जीवेश्वरा